ആലി എന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിൽ എത്തുകയാണ്. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നോടൊപ്പം നടൻ കൃഷ്ണപ്രസാദ്, ഡയറക്ടർ കൃഷ്ണ പ്രിയദർശൻ, നടൻ രജിത് കുമാർ മൂന്നിനും ശരിയാണ്. നമസ്കാരം. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിൽ തുടങ്ങാം. ഒരു ഓണം റിലീസായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സിനിമ, വലിയ ക്ലാഷ് റിലീസുകൾ സംഭവിക്കുന്നു, നമ്മുടെ പടവും അതിനോടൊപ്പം എത്തുന്നു. എനിക്കൊരു പോസിറ്റീവ് ഇൻറ്റൻ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്, വളരെ പോസിറ്റീവായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രോഡക്റ്റും അതിനോടൊപ്പം ഇറക്കുക എന്നുള്ളൊരു ധൈര്യം, 2 കോൺഫിഡൻസ് എങ്ങനെയാണ്? ഇനിയും അത്രയും നല്ലൊരു കണ്ടന്റുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മുടെ സിനിമയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരും ആർട്ടിസ്റ്റാണല്ലോ. അപ്പൊ പിന്നെ ഓരോരുത്തരുടെ കുറച്ച് പോപ്പുലാരിറ്റി കൂടുതലായിരിക്കും, എല്ലാവർക്കും പോപ്പുലർ ആവാമല്ലോ. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സാറാണെങ്കിലും കൃഷ്ണപ്രസാദ് സാറാണെങ്കിലും രജിത് സാറാണെങ്കിലും നല്ല സ്ട്രോങ് കഥാപാത്രങ്ങളായിരിക്കും ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് വിശ്വാസം എന്ന് പറയുന്ന ഇത് കുറച്ച് നായിക ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ്. വിശ്വാസം ഇതിന്റെ കണ്ടന്റ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. സ്റ്റോറി ബേസ്ഡ് ആണ്, അതാണ്. അതായത് ഇപ്പൊ സാധാരണ കുറെ സിനിമകൾ നമുക്ക് വെറുതെ ഇറങ്ങി പോകും, അങ്ങനെയല്ല. ഇതിലൊരു കഥയുണ്ട്, ഒരുപാട് കഥയുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫാമിലി ഓറിയന്റഡ് ആണ്, ഒരു ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങൾ റിലേറ്റഡ് ആണ്. റൊമാൻറ്റിക്കും ആണ്, റൊമാൻസും ഉണ്ട്, ഫാമിലി വിഷയമുണ്ട്. അപ്പം ഓണത്തിന് എന്ന് പറയുമ്പോഴത്തേക്കും ഫാമിലിക്ക് പോയി കാണാൻ പറ്റുന്നതാണ് അല്ലെ. നമുക്കിപ്പോ എന്താ പറയാ തോക്കും കോടാലിയൊക്കെ ആയിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒരു ഫാമിലി അല്ലെ, ഒരു സദ്യ കഴിക്കുന്ന ഒരു ഫീൽ കിട്ടണം. അപ്പൊ ഇത് ഒരു ഫാമിലി ചിത്രമാണ്. അതിന്റെ കൂടെ കുറച്ച് റൊമാൻസും കുറച്ച് വഴക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. വാഴ ഉണ്ടാക്കിയ ഒരു ഹൈപ്പിനെ പറ്റി ഞാൻ പിന്നീട് വരാം. ഈ പടവും ഇതിന്റെ ക്യാരക്ടറിനെ പറ്റി നായികയുടെ അച്ഛനാണ്. അപ്പം ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു കുടുംബ പശ്ചാത്തലം ആ ഒരു തറവാടിന്റെ ബേസ് ചെയ്താണ് അതിന്റെ. അപ്പൊ ആ തറവാടിന്റെ ഒരു നാഥൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനാണ്. അപ്പം അതിലുണ്ടാകുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. അതായത് ആ കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ പറയുക, എല്ലാത്തിനും ഒരു സ്നേഹബന്ധവും പ്രേമബന്ധവും ഒക്കെ കാണുമല്ലോ. അപ്പം ആ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തുടർന്നുണ്ടാകുന്ന ചില ഇഷ്യൂസാണ്. ആ ഇഷ്യൂ വളരെ മനോഹരമായിട്ടാണ് മാഡം ചിത്രീകരിച്ചിരിക്കുന്നതും. എൻ്റെ ഈ പറഞ്ഞല്ലോ കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലാതെ വലിയ ഒരു എന്താ പറയുക, ഒരു ചിങ്കാന പോലെയുള്ള ഒരു വലിയ സംഭവമല്ല നമ്മൾ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഒരു കണ്ടന്റ് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു വളരെ ചെറിയൊരു പടം, പക്ഷേ ഒരു എന്താ പറയുക, മുമ്പേ പറഞ്ഞ പോലെ ഓണസദ്യ കഴിക്കുന്ന ഒരു ഫീലിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതിൽ ഒരു അച്ഛൻ്റെ ആ ക്യാരക്ടർ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഫാമിലി എന്റർടൈനർ ആവും എന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ അതെ, അങ്ങനെയാണ്. മക്കളോടൊക്കെ എങ്ങനെ സംസാരിക്കുക, കുറച്ച് സാറിന്റെ രീതിയുണ്ട്. ഇതിൽ കുറച്ച് ഞാൻ പറഞ്ഞു ഓവറായിട്ട് വേണം നമുക്ക് വരേണ്ടത്. മോളെ ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നത്, പക്ഷെ എന്നിട്ടും സാർ അത് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ്. ഇവിടെ എനിക്ക് അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഞാന് കുറച്ചൊന്ന് ലൈറ്റായിട്ട് ചെയ്യാറ്. പക്ഷെ വളരെ ഇമോഷണൽ ആയിട്ട് ഉള്ള ഒരു ഫാദറാണ്. കാര്യം മോളോട് അത്രയും ഇഷ്ടമാണ്. പക്ഷെ ആ മോളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളും കൂടെ ഒന്ന് നടത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ മക്കളുടെ നല്ലതിനാണല്ലോ നമ്മളെപ്പോഴും ചിന്തിക്കുക, പേരൻസ് ചിന്തിക്കുന്ന അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഫാദറാണ്, മകളെ അത്ര ഇഷ്ടമാണ്. അപ്പൊ മകളെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ ഒത്തിരി ഇമോഷണൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം കൂടെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. ബിഗ് ബോസിന് ശേഷം സിനിമയിൽ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു, നായകനാവുന്നു, എല്ലാവരുടെ വില്ലനാവുന്നു, വേറെ സാധാരണ വേഷം ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഈ ഒരു ഫിലിം ജേണി, ഇതിനെ പറ്റി? തീർച്ചയായിട്ടും നമ്മളെ മനസ്സ് ശുദ്ധമായതുകൊണ്ടും തരുന്ന ജോലി പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടം കൂടി വരികയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ചതികളുണ്ടല്ലോ. ഇൻഡസ്ട്രിയിൽ കുറേ ചതികളുണ്ട്. അപ്പോൾ ആ ചതികളിലൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളാരെയും ചതിക്കാതെ നമ്മളെ വിശ്വസിക്കുന്നവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നല്ല കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ ആര് പ്രവർത്തിച്ചാലും ജനം സ്വീകരിക്കും. നമുക്ക് സിനിമാ പ്രവർത്തകർ നമ്മളെ സ്വീകരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ കൂടെ നിന്ന് കാലുവാരുക ആ പരിപാടിയൊന്നും നമുക്കില്ല. നമുക്ക് കുറച്ച് എത്തിക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടെ തന്നെ നിൽക്കും. അപ്പം അതുകൊണ്ട് ചാൻസുകൾ കിട്ടുന്നു. അല്ലല്ല, നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് ഇപ്പം സോഷ്യൽ മീഡിയ കണ്ടില്ലേ,
ഇത്രയും പ്രൊഡക്ഷൻ ആവും, ഇത്രയും കോടികളാവും, ഇത്രയും കോടിക്ക് വർക്ക് തീർക്കാം എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിൽ നിന്ന് അതിൻ്റെ ഇരട്ടി കോടികളും അതിനേക്കാൾ കോടികളുമായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇപ്പോൾ കൃഷ്ണ പ്രിയദർശൻ എന്ന് പറയുന്ന ഡയറക്ടറിന് എക്സ്പീരിയൻസ് ഉണ്ട്. കഴിഞ്ഞ ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് പറയുന്ന ഇദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് അനൂപ് മേനോൻ സാർ ലീഡ് ക്യാരക്ടർ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കൈപൊള്ളി, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരിട്ട് കാണുകയാണ് ഒരുപാട് സംഗതികൾ. അപ്പോൾ ഇപ്പോൾ പ്രൊമോഷൻ വർക്കിൻ്റെ കാര്യത്തിലായാലും ഏതിലായാലും ശരി, ചില സിനിമകളെ സംബന്ധിച്ച് ഇഷ്ടമല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ട് റോഡിൽ ഒട്ടിക്കാതെ, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാതെ, പബ്ലിസിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഒതുക്കുന്ന ഒരു സ്റ്റെപ്പുകൾ ചില സ്ഥലങ്ങളിൽ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ളത് നഗ്നസത്യമാണ് അല്ലേ? കാരണം നമ്മൾ പ്രൊമോഷൻ വർക്കിനായിട്ട് തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മടക്കി ചുരുട്ടിയിട്ടിരിക്കുന്ന ചില പോസ്റ്ററുകൾ ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഒന്നാമത് മലയാള സിനിമ ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണം ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഒരു 100 കണക്കിന് ആൾക്കാരാണ് ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ കുടുംബമാണ് ഒരു പ്രൊഡ്യൂസറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ പടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമയുള്ളൂ, നമുക്ക് ആ ജോലിയുള്ളൂ അല്ലേ? അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ, അതുപോലെ നമുക്ക് വേഷം തരുന്ന ഡയറക്ടറെ നമ്മൾ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റിയിൽ ഒരു തുള്ളി പോലും മായം ചേർക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അഭിമാനത്തോടെ സന്തോഷിക്കുമ്പോൾ ഇപ്പോൾ ധാരാളം സിനിമകൾ ഇങ്ങനെ കിട്ടി വരുന്നുണ്ട്. ഇനി കുറേ എണ്ണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വർക്കിലെല്ലാം കോംപ്രമൈസാണ്. ഞാൻ ചില ഇൻ്റർവ്യൂകൾ പറയുന്ന കണക്ക് ഞാനെല്ലാം കോംപ്രമൈസാണ്. ചിലപ്പോൾ തിന്നാൻ മാത്രമേ കിട്ടത്തുള്ളൂ, ചിലപ്പോൾ കിടക്കാൻ മാത്രമേ കിട്ടത്തുള്ളൂ, ചിലവരുടെ ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ ചെറിയ പേയ്മെൻറ്റ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ വർക്ക് എന്ന് പറയുന്ന സാധനം അത് കിട്ടുന്നുണ്ട്, അത് പെർഫെക്റ്റായിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ഓരോരുത്തർ കൂടെ ചേർത്ത് നിർത്തുന്നു അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് നമ്മൾ അതിൽ വേറെ സെലക്റ്റീവ് പ്രോസസ് ഒന്നുമില്ല. ഇല്ല, എനിക്ക് സെലക്റ്റീവ് പ്രോസസ്സിൽ ഏത് ക്യാരക്ടർ എന്നാലും, ഏത് കൂതറ ക്യാരക്ടർ എന്നാലും, ഏത് നല്ല ക്യാരക്ടർ എന്നാലും എന്തും ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ 54ഓളം സർട്ടിഫിക്കറ്റ് ഉണ്ട്. നാടകം, മൈം, മോണോ ആക്ട്, മിമിക്രി എന്ന് പറഞ്ഞിട്ട് കോളേജുകൾ പഠിച്ച സമയങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കപ്പ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വിധി നിയോഗം പോലെയാണ് ബിഗ് ബോസിലെത്തുമ്പം 2020 ലാലേട്ടൻ പറയുന്നു അടുത്ത 2 സിനിമകളിൽ തരാം. അപ്പം നമുക്ക് ആഗ്രഹം വീണ്ടും പഴയത് പൊടിയെട്ടി എണീച്ചു. ദെൻ കോളേജ് ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഞാൻ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്നലെ കഴിഞ്ഞതെന്ന് പറയുന്നത്, എൻ്റെ വർക്ക് കഴിഞ്ഞ 36ാമത്തെ സിനിമയാണ് ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് ആയത്. ഇറങ്ങാനായിട്ടൊരു 20-24 പടം ഇറങ്ങാനിരിക്കുന്നു. പിന്നെ ഈ പടം വളരെ, ആലി എന്ന് പറയുന്ന സിനിമ ഞാൻ 4 പടത്തിൻ്റെ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. പക്ഷേ ഇത് എൻ്റെ ലൈഫിലെ ആദ്യത്തെ കാസ്റ്റിംഗ് ഡയറക്ടർ ചെയ്ത പടമാണ് ആലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ സാറ് പറഞ്ഞു വന്നാല് ശ്രീലങ്കൻ സുന്ദരിയിലെ സാറ് ചെറിയൊരു റോളാണ് ചെയ്യാൻ വന്നത്. അത് ഇതിനു മുമ്പേ ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ സാർ എനിക്കൊരു അവാർഡ് തന്നിട്ടുണ്ട്. 3 അവാർഡ് അതെ, ആറ്റിങ്ങലിൽ വെച്ചിട്ട് ആണ് സംഭവം. അപ്പൊ അന്ന് ഞാൻ സാറിനെ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു സിനിമ ചെയ്തോണ്ടിരിക്കുകയാണ്, ഞാൻ വിളിക്കും എന്നാണ്. പക്ഷേ നമുക്ക് അന്ന് കാസ്റ്റ് ചെയ്തൊക്കെ വേറെ ടീമായിരുന്നു. ഞാൻ ആക്ച്വലി ഞാനിത് വിട്ടു. നമുക്കറിയില്ല കാര്യം, അവര് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് പ്രൊഡക്ഷൻ കൺട്രോളൊക്കെ പറയുന്ന പോലെ അല്ലോ. അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് ആയപ്പോ ഒരു റോൾ ഉണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ എന്തോ ഇത് വന്നപ്പം സാറിനെ എനിക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ സാറിനെ സാർ എനിക്ക് ചെറിയ റോളാ തരാൻ പറ്റത്തുള്ളൂ. പക്ഷെ വാക്ക് പാലിച്ചു, കൃത്യമായി വാക്ക് പാലിച്ചു. സാറ് വന്ന് ചെയ്തു തന്നു. അപ്പൊ അടുത്ത പ്രാവശ്യം ഉള്ളപ്പം വിളിക്കണം, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞ ഹെൽപ്പ് നല്ലപോലെ ചെയ്തു തന്നു. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് തന്നിട്ട് നമുക്ക്, കാരണം എനിക്ക് ആകാംക്ഷയോടെ ഞാൻ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ആലിയിലെ 98% ആർട്ടിസ്റ്റുകളെ, ഇപ്പൊ നായിക എന്ന് പറയുന്ന നായകൻ യൂത്തിന്റെ മാത്രമാണ് മാഡം സെലക്ട് ചെയ്യും. ബാക്കി എന്ന് പറയുന്നത് 32 ആർട്ടിസ്റ്റുകളെയും 6 ടെക്നീഷ്യനെ ഞാൻ സെലക്ട് ചെയ്തതാണ്. ഈ 32 ആർട്ടിസ്റ്റുകളെ ഞാൻ സെലക്ട് ചെയ്തവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ കാണുക എന്ന് പറയുന്ന ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവില്ല. അതൊന്ന് തിരുത്തുന്നുണ്ട്, ഒരു 92% പറയാം. ശരി. ഷൂട്ട് 2 സ്ഥലത്തായിരുന്നു കേട്ടോ. നമ്മുടെ കേരളത്തിലും നാട്ടിലും ഉണ്ടായിരുന്നു, അബുദാബി, ദുബായ്, UAE-ലും ഉണ്ടായിരുന്നു. UAE-ലെ കുറെ പേർക്ക് സെലക്ട് ചെയ്തത്. ഇതിനകത്ത് കൂടുതൽ പ്രവാസികളുണ്ട്, അതൊരു കാര്യമാണ്. അപ്പൊ ഇതില് കഥാപാത്രം സാറ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സ്വന്തം ബ്രദറായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. നല്ലപോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെൽഫ് പറഞ്ഞ് അതിൽ എങ്ങനെയായിരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും. അല്ല, ഡബ് ചെയ്തപ്പോഴും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ചെയ്തു പോയത്. അപ്പൊ അതുകൊണ്ട് അതിലെനിക്ക് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതിൽ എനിക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, മാഡം നമ്മളെ വിശ്വസിച്ച് അങ്ങനെ സാർ സെലക്ട് ചെയ്തെടുത്തോളൂ. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള നമ്മളോടൊപ്പം നിൽക്കുന്ന, കാരണം തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലൊക്കെയാണ് ഷൂട്ട് നടന്നത്, അപ്പം നാഗർകോവിൽ അവിടെയൊക്കെയാണ്. അപ്പം അവിടെ വന്ന് നമ്മളോടൊപ്പം നിന്ന് ഒക്കെ ചെയ്തു പോകാനുള്ള മനസ്സുള്ള ആർട്ടിസ്റ്റുകൾ. അപ്പം പെട്ടെന്ന് KP വിളിക്കുന്നു, KP റെഡി ആവുന്നു, അങ്ങനെ ഓരോരുത്തരും ഇതിനകത്തേക്ക് വരുന്നു. അപ്പം അവരുടെ ഓവറോൾ ടോട്ടൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ആലി എന്ന് പറയുന്ന സിനിമയിലൂടെ ഞാനും കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം അങ്ങനെ സെലക്ട് ചെയ്ത് അതൊരു വിജയമായി കഴിഞ്ഞാൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പം നമുക്കും അതുവഴിക്കൊരു
ഡിമാൻഡ് ഉണ്ടാവും. വിശ്വാസം അതല്ലേ എല്ലാം പ്രധാനം അല്ലേ? അത്തരത്തിൽ ആലി റിലീസാവാൻ ഞാൻ ഭയങ്കരമായി പ്രാർത്ഥനയോടെ കാത്തിരിക്കും. മനസ്സിലായത് ക്ലിയർ ആയില്ലേ? ഇപ്പൊ ക്ലിയർ ആയില്ലേ? അതാണ്. വാഴയിൽ ഉണ്ടായിരുന്ന കഥാപാത്രത്തിന് ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒറ്റ സീനേ ഉള്ളൂ, പക്ഷെ ആ സീനകത്ത് നമുക്ക് ടേക്ക് അവേ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഞാൻ പറയുന്നത് ഒന്ന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും ആ സീൻ ബ്രീഫ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം, അതായത് ഇത് സ്ട്രൈക്ക് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ലൈക്ക് അല്ല, കാരണം ഒരു തിയേറ്റർ സീനാണല്ലോ, മറ്റുള്ള പോലല്ല. ഒരു തിയേറ്റർ സീൻ എന്ന് പറയുന്ന ആ ഒരു ഓഡിയൻസിനിടയിൽ നിന്നുള്ള ഒരു പെർഫോമൻസിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ തന്നെയാണല്ലോ സിനിമ കാണുക. അപ്പോൾ തീർച്ചയായിട്ടും അത് സ്ട്രൈക്ക് ചെയ്യുമെന്ന് എനിക്ക് ചെയ്യുമ്പോൾ തന്നെ തോന്നിയിരുന്നു. പിന്നെ അവരുടെ ഒരു എന്താ പറയുക, പുതിയൊരു ആൾക്കാരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റും പിന്നെ വളരെ വാഴ 1 കഴിഞ്ഞ് 2 എടുക്കുന്നതിന്റെ ആ ഒരു ഹൈപ്പും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഹൈപ്പാണ് കിട്ടിയത് കേട്ടോ. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇത് വളരെ വലിയ ഒരു ഹൈപ്പാണ് അത് കിട്ടിയത്. ആ ഒരൊറ്റ സീക്വൻസ് ആണല്ലോ, അതൊരു വലിയ എന്താ പറയാ, പുതിയ തലമുറയിലെ ആൾക്കാർ എന്നെ നോട്ട് ചെയ്യാൻ അതൊരു കാരണമായി. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ അങ്ങനെ കുട്ടികൾ ചിലപ്പം നമ്മളെ അറിയണമെന്നില്ല, കാരണം നമ്മൾ പഴയ പടങ്ങളിൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പുതിയ പടത്തിൽ വരുമ്പോൾ അത് അവർക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യതയില്ലായിരുന്നു. പക്ഷെ ഇപ്പം വാഴ വന്നതിന് ശേഷം കൊച്ചുകുട്ടികളാണ് നമ്മളെ കൂടുതലും പിന്നെ ഇപ്പം അതിന്റെ കൂടാണ് ഇപ്പം അത് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു പടമല്ലേ അലി എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള ഒരു പടമാണ്. ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ കന്യാകുമാരി, നാഗർകോവിൽ, അതുപോലെ പിന്നെ UAE-ലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഒരു വ്യത്യസ്തമാർന്ന പല ലൊക്കേഷൻസിൽ ചെയ്തിരിക്കുന്ന വളരെ നല്ല മനോഹരമായ ഒരു ക്ലാസ് മൂവിയായിരിക്കും അത്. ഇപ്പം ഒരു പടം ചെയ്ത ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഡയറക്ടർ കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ചെയ്തൊരു പടമായത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പടത്തിൽ കാണാൻ സാധിക്കും. നല്ലൊരു ഇതായിരിക്കും. പക്ഷെ നമ്മളൊരു കോമ്പറ്റീഷൻ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ പടമോ ചെറിയ പടമോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെ ആ ഒരു പടവും ഇല്ലാത്ത സമയത്ത് കൊണ്ടിറക്കണം അല്ല. നമ്മൾ ഓണക്കാലത്ത് നമ്മൾ പ്ലാൻ ചെയ്തു ഇറക്കുന്നു. അതിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് എത്രയോ പടങ്ങൾ, വലിയ പടങ്ങൾ ഇറങ്ങിയിട്ട് പ്രതീക്ഷിക്ക ആ ഒരു രീതിയിൽ വരാതെ പടങ്ങൾ മോശമാവുകയും ചെറിയ പടങ്ങൾ അവിടെ ഹിറ്റാവുകയും ചെയ്ത അനുഭവങ്ങൾ ഇതിന് നമ്മുടെ ഒരു ജേർണി തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു ദോഷം വരില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇപ്പം നമ്മുടെ സ്റ്റാൻഡിൽ നോക്കിയാൽ തന്നെ, ഞാൻ ഇടപെടുകയാണ്, ഇപ്പം ഈ സ്റ്റാൻഡിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഈ പോസ്റ്റർ നോക്കിയാൽ തന്നെ ഏതൊരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ബോണ്ടേജ് ആ പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റും അല്ലേ? നമ്മൾ അമ്മമ്മ, 2 മക്കൾ, അവരുടെ ചെറുമക്കൾ, അങ്ങനെയുള്ള ഒരു കുടുംബം. അപ്പോൾ ഓണ സമയത്ത് നമ്മൾ കൊടുക്കേണ്ട നല്ലൊരു സദ്യയുണ്ട്. ആ സദ്യ ആലി എന്ന് പറയുന്ന സിനിമയിലൂടെ ജനങ്ങളിലേക്കും കുടുംബത്തിലേക്കും എത്തുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇതെന്ന് പറയുന്നത് ഏത് ജോണറിൽ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു റൊമാൻറ്റിക് കോമഡി ലവ് സ്റ്റോറിയാണ്. അപ്പോൾ റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഫാമിലി ലവ് സ്റ്റോറിയാണ്. അതിൽ ട്വിസ്റ്റുകളാണ് ഇദ്ദേഹം എഴുതുക. സ്ക്രിപ്റ്റ് റൈറ്റർ ഇദ്ദേഹം തന്നെയാണ്. ട്വിസ്റ്റാണ്. അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കൂടാതെ ഈ അടുത്ത കാലത്ത് ഒന്നും കാണാത്ത ഒരു അത്ഭുതം കൂടെ ആലി എന്ന് പറയുന്ന സിനിമയിൽ കൃഷ്ണ ചേർത്തിട്ടുണ്ട്. 5-6 പാട്ടുകളും കണ്ടു. എത്ര പാട്ട്? 8 പാട്ടുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു സിനിമയിൽ ഇത്രയും പാട്ടുകൾ അല്ലെങ്കിൽ ആ സോങ് വിഷ്വൽസ് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ കൃഷ്ണ എന്ന് പറയുന്ന മൾട്ടി ടാലൻറ്റഡ് ഡയറക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസർ മാത്രമല്ല, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ലിറിസിസ്റ്റാണ് അദ്ദേഹം. കൂടാതെ ഒരു സ്കൂളിൻ്റെ MD ആണ്. അങ്ങനെ ഒത്തിരി പരിപാടികളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കലയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ 8 പാട്ടുകളും അതിൻ്റെ വിഷ്വൽസും എന്ന് പറയുന്നത്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് മണലാരണ്യത്തിലൂടെ ആണെങ്കിലും കുറേ പാട്ടുകൾ അവിടെയുണ്ട്, കുറച്ച് പാട്ടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ പാട്ടുകളും കേട്ട് വളരെ ഹൃദ്യമായി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫിലിമായിട്ട് തന്നെയാണ്, ഒരു ഫാമിലി 100% ഫാമിലി ഫിലിമായിട്ട് ആലിയെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിൽ ഞങ്ങൾ അഭിമാനത്തോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കൂടെ മത്സരിക്കാൻ ഓണത്തിന് വരുന്ന ഏതൊക്കെ സിനിമയാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ ബേജാറല്ല. കാരണം ഞങ്ങൾക്ക്, എന്നെ സംബന്ധിച്ച് മലയാളി പ്രേക്ഷകരെ നമുക്ക് നന്നായിട്ട് അറിയാം, നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവരാദ്യം പോസ്റ്റർ തന്നെയാണ് പരിശോധിക്കുക. അപ്പോൾ അതിനകത്ത് സൂപ്പറുണ്ടോ, മിഡിലുണ്ടോ, താഴെ, അതൊന്നും ഒരു വിഷയമല്ല. ആ പോസ്റ്ററിൽ കണ്ടന്റ് ഉണ്ടോ എന്നാണ് പലപ്പോഴും നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന ഒരു ആൽബം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഫാമിലി ഫോട്ടോ അത് നോക്കുമ്പോൾ തന്നെ ഫാമിലി വേണം എന്നാഗ്രഹിക്കുന്ന, ഫാമിലിയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന യൂത്തിനായാലും പാരൻസിനായാലും
എല്ലാവർക്കും അതിലൂടെ തന്നെ ഒരുപാട് മെസ്സേജ് കിട്ടും. പിന്നെ ഇനി അത് എന്താണ് എന്ന് കയറി കണ്ടാൽ മാത്രം മതി, അല്ലേ? കൃഷ്ണന്റെ 2 ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടാണ്. ഒരു കർഷകൻ എന്ന രീതിയിൽ താങ്കൾ ഇപ്പോഴും താങ്കളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, താങ്കളുടെ നിലപാട്, പ്രത്യേകിച്ച് സർക്കാരിനെതിരെ സംസാരിച്ചതുൾപ്പെടെ താങ്കൾ ഒരു സംഘിപ്പട്ടം ചാർത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണ്, അങ്ങനെ ഒരു തോന്നൽ ആളുകൾക്കിടയിലുണ്ട്. അതിലൊരു ക്ലാരിഫിക്കേഷനും. 2, ഈ തുറന്നു പറയൽ സിനിമയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തുറന്നു പറയുന്നത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഈ ശുദ്ധ മനസ്സെന്ന് ഞാൻ പറയത്തില്ല, ഒരു മനസാക്ഷിയുള്ള ആരും തുറന്നു പറയുന്നവരാണ്. പിന്നെ കള്ളത്തരം കാണിക്കുന്നവരാണ് കള്ളത്തരം മൂടി വെച്ച് മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കള്ളത്തരമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. ചെറുപ്പം മുതലേ ഞാൻ ഒരു തുറന്ന പുസ്തകമാണ്. അപ്പം അതുകൊണ്ട് കർഷകരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കതിൽ നിന്ന് ഒരു മോണിറ്ററി ബെനിഫിറ്റും കിട്ടുന്ന ഒരു കാര്യമല്ല. പാവം പിടിച്ച ഇപ്പോഴും ഈ സമയത്ത്, ഈ മഴ പെയ്ത് പ്രളയമായിരിക്കുന്ന ഈ സമയത്ത് പോലും ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ബുദ്ധിമുട്ടുകളും പല പാടശേഖരങ്ങളിലും മട വീഴുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ. അപ്പം ഞാൻ അവർക്ക് വേണ്ടി നിൽക്കുന്നത് ഒരു വളരെ ഡൗൺ ബർത്തായിട്ട് നമുക്ക് അന്നം തരുന്ന ഒരു വിഭാഗത്തോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനത്തോടെയാണ്. ഞാനിത് കള്ളത്തരമൊന്നും സർക്കാരിനോടല്ലാതെ നമുക്ക് വേറെ, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം LDF ഗവൺമെന്റ് ആയിരുന്നു, ഇപ്പം UDF ഗവൺമെന്റ്. നമ്മൾ ഗവൺമെന്റ് ഏതാണെന്നല്ല, സർക്കാരിനോടല്ലേ പറയാൻ പറ്റും, അല്ലാതെ പ്രതിപക്ഷത്തോട് പറഞ്ഞിട്ട് കാര്യമില്ലോ. നമ്മൾ ഭരിക്കുന്നവരോടാ പറയാൻ പറ്റുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് ആ സമയത്ത് താങ്കൾ പറയുമ്പോൾ LDF സംസാരിക്കുക, താങ്കൾക്ക് ഒരു BJP പട്ടം കിട്ടുക, ഇത് രണ്ടുമാണ് സംഭവിച്ചത്. അതെ അതെ അതെ, അതൊക്കെ അല്ല, എന്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ അതൊക്കെ ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാനൊരിക്കലും എന്റെ കാർഷികമോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലോ ഞാനൊരിക്കലും ഒരു രാഷ്ട്രീയം കലർത്തിയിട്ടില്ല ഇന്ന് വരെ. ഞാൻ സംഘടനാപരമായിട്ടായാലും അമ്മ എന്ന് പറയുന്ന സംഘടനയുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ആ തുടക്കം മുതലേ ഉള്ള ആളാണ്. ഞാൻ അതിനകത്തുനിന്ന് ഒരു പൊളിറ്റിക്സ് കൊണ്ടുവരാനോ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നല്ലത് എന്തിൽ ഉണ്ടോ അതിനുവേണ്ടി മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ എനിക്കതിനകത്ത് ഒരു അജണ്ടയൊന്നും അല്ല. BJP-ക്കാരനല്ല എന്നല്ല, ഞാൻ BJP-യുടെ ഭാരവാഹിത്വോ അല്ലെങ്കിൽ BJP-യുടെ ഇതോ മേടിച്ചു പോകുന്ന ഒരാളല്ല. ഞാൻ അവരെയും തെറ്റ് കാണിച്ചാൽ തെറ്റ് ഞാൻ പറയാറുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനൊന്നുമില്ല. പക്ഷെ എന്റെ ഒരു ബാക്ക്ഡ്രോപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ എന്നെ സംഖ്യയാകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതൊന്നും ഒരു എന്താ പറയാ, ജീവിതത്തിൽ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ സിനിമയിൽ എനിക്കത് ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ കുറച്ച് ദോഷം ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നും ഇത്രയും വർഷമായില്ലേ. അത് ഒരാളെ ബുദ്ധിമുട്ടിക്കാനല്ല, നല്ലതിന്റെ കാര്യമാണ്. ഇന്ന് പറയുന്നത് നാളത്തേക്ക്. ഇപ്പം ഞാനൊരു 12 വർഷം മുമ്പ് ലഹരിക്ക് വേണ്ടി വളരെയധികം വലിയൊരു ക്യാമ്പയിനിങ് നടത്തിയ ഒരു വ്യക്തിയാണ്. 12 വർഷം ഇപ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ 12 വർഷത്തിന് ശേഷമല്ലേ ഇപ്പം സർക്കാരും എല്ലാവരും അതിനുവേണ്ടി ഇറങ്ങുന്നത്, തൂഫാൻ എന്നും പറഞ്ഞു അല്ലേ. ഞാൻ വലിയ ഒരു ചിന്തകനായിട്ടൊന്നുമല്ല, സംഭവിക്കുന്നതാണ്. അപ്പൊ 12 വർഷം മുമ്പ് നമുക്കത് ചിന്തിച്ച് ഞാൻ കുട്ടികളെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിച്ച് പല പല പബ്ലിക് പ്ലേസുകളിലും അതൊക്കെ ചെയ്ത് ലഹരിക്കെതിരെ എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ അന്ന് ചെയ്തത് ഇന്നിപ്പോൾ ചെയ്യുന്നു, അത് വലിയൊരു കാര്യമാകുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ യുവതലമുറയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇന്ന് സർക്കാർ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ പങ്ക് ഒരു 12 വർഷം മുമ്പ് തുടങ്ങാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് നമ്മൾ ചെയ്ത വലിയ കാര്യമെന്ന് ഞാൻ അഭിമാനത്തോടെ പറയല്ല. പക്ഷേ എൻ്റെ മനസാക്ഷിയിൽ എനിക്കൊരു വലിയ അഭിമാനമുണ്ട്. ഞാൻ ആ ചെയ്ത എൻ്റെ ഡൗൺ ബർത്ത് എൻ്റെ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് എനിക്ക് വലിയ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. എങ്ങനെ കാണുന്നത് തൂഫാൻ പദ്ധതി? ലേറ്റ് ആയി പോയി, വൈകി എന്നുള്ളത്? അല്ല, വൈകി എന്ന് പറയാൻ ഇനിയിപ്പോൾ വൈകി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം എല്ലാം നല്ലതിനാവട്ടെ. ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കണം. നമ്മുടെ വരും തലമുറ, മാതാപിതാക്കൾ മക്കളെ കണ്ടാണ് ജീവിക്കുന്നത്. അവർ നാളെ വളർന്ന് അവർ നമ്മളെ സംരക്ഷിക്കുമെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. ആ കുഞ്ഞുങ്ങളിൽ നിന്നും നമുക്കൊരു തിക്താനുഭവങ്ങളിലേക്ക് പോകുന്ന ഒരു കുടുംബം തകർന്നാൽ ആ സമൂഹം, അവരോട് ബന്ധപ്പെട്ടവർ, ആ നാട്, നാട്ടുകാർ, സർക്കാർ, രാജ്യം എല്ലാം നശിക്കുകയല്ലേ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ ചേർക്കണം. ഒരു ക്ലാരിഫിക്കേഷൻ കൂടി, ഈ ഒരു അതിക്രമ കേസ് ഒരു 6 മാസം മുമ്പ് താങ്കളുടെ പേരിൽ വന്നിരുന്നു, മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്ത. പക്ഷെ അതിന് പിന്നിൽ ഒരു അപ്ഡേറ്റും പിന്നീടൊന്നും കണ്ടില്ല. അത് ഇപ്പോഴത്തെ ഇഷ്യൂ ആണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രളയം നടക്കുന്നത്? എല്ലാവരും ഈ പറഞ്ഞ പോലെ തോടും പുഴയും നിലവും നികത്തി അനാവശ്യമായിട്ട് മണ്ണിട്ട് പൊക്കി പോകുന്നു.
കുട്ടനാടൻ മേഖലകളിൽ വെള്ളം പൊങ്ങുന്നു, കിഴക്കൻ മേഖലകളിൽ എന്താ പറയുക ഉരുള് പൊട്ടുന്നു, ഇല്ലേ, മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകും. ഉണ്ടാകുന്നു. അപ്പോൾ എന്താ, നിലം നികത്തി ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്ന ചാലുകൾ നികത്തുന്നു. ഇത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ സാമ്പത്തികമുള്ളവരാണ് അത് ചെയ്യുന്നത് കൂടുതൽ. കാരണം സാമ്പത്തികമുള്ളവൻ പിന്നെയും സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഇഷ്യൂയിലാണ് വന്നത്. ഇപ്പോൾ അത് ഒന്നുകൂടെ ക്ലാരിറ്റിയായി. കാരണം വെള്ളക്കെട്ടിന് അവിടെ എല്ലാം വെള്ളക്കെട്ടായി. അത് കാരണം ആ വെള്ളക്കെട്ടുണ്ടായത് അതും വന്നിട്ടുണ്ട് പല കാര്യങ്ങളിലും. പിന്നെ എന്താ പറയുക, നമ്മൾ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും അന്നത്തെ സർക്കാർ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർഷകർക്ക് വേണ്ടി പറഞ്ഞതിൻ്റെയും പേരിൽ നമ്മളോടൊരു ഉണ്ടാവാം. അപ്പം അത് അവര് ഈ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മളെ മാക്സിമം ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കാലം തെളിയിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അത്രയും രവിചേട്ടൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നി. അതിലും എനിക്കൊരു ക്ലാരിറ്റി വരുത്തണമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്? അതിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? സംശയം ഉണ്ടാക്കരുത്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംസാരത്തിന് ആവശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ ഗുണപരമായ കാര്യങ്ങൾക്ക് സമൂഹത്തിൽ നല്ലത് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതൊരാളുടെ ഇൻഡിവിജ്വൽ ചോയ്സ്. ഒരിക്കലുമല്ല. നമ്മളൊരു പബ്ലിക് പ്രോപ്പർട്ടി, നമ്മളൊരു പബ്ലിക് സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ തോന്നിയ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലതും വരുന്നുണ്ട്, എയുടെ ഏറ്റവും തരികിടകളും വരുന്നുണ്ട്. ദെൻ വന്ന് പബ്ലിക്കായിട്ട് തുറന്നു കാണിക്കുന്നു. കൊച്ചു കുട്ടികൾ 2ലും 4ലും 5ലും 8ലും 10ലും പഠിക്കുന്ന ഈ സ്കൂൾ കുട്ടികൾ, ഇവരെല്ലാം മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്. അവരോട് നമുക്കൊരു പ്രതിബദ്ധതയില്ലേ? അവർ വഴിതെറ്റി പോകുന്നതിൽ നിങ്ങൾക്കൊന്നും ഒരു വിഷമവും ഇല്ലേ? അവർ നശിച്ചു പോട്ടെ എന്നാണ്. അങ്ങനെ ഈ പഠനത്തിൻ്റെ സമയങ്ങളിൽ ഈ വേണ്ടാത്ത കാര്യങ്ങളും അശ്ലീലമായി. ഇപ്പോൾ ആലി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ആലി എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട് അർത്ഥം. അത് ആലി ബാബയുടെ ഷോട്ടാണോ? ഈ ആലി ഏതാണ്? ഏത് മതം, ഏത് ജാതി, ഏത് കാസ്റ്റ് എന്ന് ഈ പേരിൽ കൊണ്ട് കളക്ട് ചെയ്യാൻ പറ്റുമോ? പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. റിലീജിയസ് ഹാർമണി ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് സംഗതികളുണ്ടാകും. ഒരുപാട് രഹസ്യങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ചിരിക്കുന്ന എന്നാൽ ഗുണപരമായ മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സിനിമയാണ് ആലി. പക്ഷേ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാമിന് ഇനിയെങ്കിലും നിയന്ത്രണം വരുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ യൂത്ത് എന്ന് പറയുന്നത് പഠനത്തിൽ തകർന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ലഹരിയിലേക്ക് പോകും. ഇപ്പോൾ KP പറഞ്ഞതുപോലെ KP 12 വർഷം കൊണ്ട് ചെയ്തതെങ്കിൽ ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എക്സൈസിൻ്റെയും പോലീസിൻ്റെയും SPCയുടെയും കൗൺസിലിംഗ് ഷോകൾ നടത്തി, ആൻറ്റി ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് ക്ലാസ്സുകളും ഷോകളും നടത്തി കുട്ടികളെ മാറ്റിയെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിപ്രസരവും ഈ പറയുന്ന മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിഷ്വൽ മീഡിയകളിലൂടെയും കൊടുക്കുന്നതിലുള്ള കുറവ് കുട്ടിയിൽ എന്ത് വരും? ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ആസക്തി കൂടും. ഈ അതിക്രമം കൂടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി എങ്ങനെ തൻ്റെ കണ്ണും ചെവിയും നാക്കും മൂക്കും കടക്കി വെച്ച് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ നോക്കും? ക്ലാസ്സുകളിൽ പോയിട്ടുണ്ടോ? ഒരു അധ്യാപകർ അനുഭവിക്കുന്ന മാനസിക പ്രയാസം അറിയാമോ? കുട്ടികളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അധ്യാപകനെ ശിക്ഷിക്കുന്ന ഒരവസ്ഥയായി. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ കുട്ടികളുടെ ഭാവി തകർക്കുന്ന രീതിയിലായി. എല്ലാവരും കണ്ടുകൊണ്ട് മെജോറിറ്റി പേര് എന്ത് ചെയ്യുന്നു? ആരെങ്കിലും പ്രതികരിക്കട്ടെ, മിണ്ടായിരിക്കാൻ നോക്കും. പ്രതികരിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ളവരെന്താക്കും? ഒന്നീ കൊങ്ങിയാക്കും, അല്ലെങ്കിൽ കമ്മിയാക്കും, അല്ലെങ്കിൽ സംഖ്യയാക്കും, ഏതെങ്കിലും ഒരു കിരീടപ്പട്ടം ചൂട്ടിത്തരും അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആലി എന്ന് പറയുന്ന സിനിമയുടെ പേരെടുത്ത് പറഞ്ഞത്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഗുണപരമായ കാര്യങ്ങൾക്കാണെങ്കിൽ നല്ലത്. പക്ഷേ ഇപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്താ ഫോറിനേഴ്സോ വേറെ ആരൊക്കെയാണ് വന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡ് തൻ്റെ ന്യൂഡ് ഭാഗം പ്രദർശിപ്പിച്ചിട്ട് അങ്ങ് പോവുക. ഇതും ബ്ലൂ ഫിലിം തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? അപ്പോൾ റെസ്ട്രിക്ഷൻ വേണ്ടേ? ഇത് ഏതിലൂടെ മെസ്സേജ് കൊടുക്കും? അപ്പം ഞങ്ങളുടെ സിനിമകളിലൂടെ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വിഷ്വൽ മീഡിയകളിലൂടെ, നമ്മുടെ ഇൻ്റർവ്യൂകളിലൂടെ, ചാനലുകളിലൂടെ അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയെ നിങ്ങളിത് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ഇതും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യം? എന്തിനാ? അല്ല, നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളും കൂടെ ഇത് കൊടുക്കാം, നന്നായി പ്രതികരിക്കാമെന്ന് വിചാരിച്ച് വിവരവും ബോധവും ചിന്താശേഷിയുമുള്ള 90% വരുന്ന മലയാളി മാതാപിതാക്കളും രക്ഷകർത്താക്കളും സപ്പോർട്ടാണ്. പക്ഷെ കുറച്ച് പേർക്ക് ഇവിടെ തകർക്കണം, എല്ലാം തകർത്ത് തരിപ്പണമാക്കി നശിപ്പിക്കണം അല്ലേ? അങ്ങനെ കുട്ടികളുടെ ഗുണനിലവാരം ഇല്ലാതാക്കി മാറ്റുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് കുട്ടികൾ നന്നായി പഠിച്ച് ഉയർന്ന് കയറിപ്പോകും. പാവപ്പെട്ടവൻ്റെയും സാധാരണക്കാരൻ്റെയും മകന് ഒന്നും കിട്ടാതെ തകർന്ന് തരിപ്പണമായി പോകുന്നതിലാണ് ഞാൻ എതിർക്കുന്നത്. ഈ ഫോട്ടോഷൂട്ട്സും മോഡലിംഗ് ഒക്കെ പണ്ടുതൊട്ടുള്ള ഫോട്ടോഷൂട്ടും മോഡലിംഗ് ഒന്നുമല്ല. ഫോട്ടോഷൂട്ട് വേറെ, മോഡലിംഗ് വേറെ. ലൈവായി വന്നിരുന്നുകൊണ്ട് 2 സെക്കൻഡ് 4 സെക്കൻഡ് ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് പോകുന്നത് അതാണ്. ഈ സിനിമ എടുത്ത് നോക്കൂ, ആലി എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് നോക്കൂ. ഒരിടത്ത് പോലും ഒരു നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. അത് ബന്ധമുണ്ട്.
അത് ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ളതെന്ന് അറിയാമോ? നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ആ സബ്സ്ക്രിപ്ഷൻ മാത്രം മാറ്റി വെട്ടിയെടുത്ത് അപ്പുറത്താക്കിയിട്ട് ഞങ്ങൾ ആലിക്ക് വേണ്ടി പണിയായിരിക്കുന്ന ഞങ്ങളുടെ ആലിയെ നിങ്ങൾ പുറത്തു വിടാതെ ഇരിക്കുന്നു. നിങ്ങളുടെ തന്ത്രം എന്താ? അല്ലല്ല, നിങ്ങളുടെ തന്ത്രം എന്താണെന്ന് നന്നായിട്ട് കഴിഞ്ഞ എത്രയോ വർഷം കൊണ്ട് സോഷ്യൽ മീഡിയ റിസർച്ച് ചെയ്ത് പഠിച്ചിട്ടിരിക്കുന്ന ആളാണ്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല സബ്സ്ക്രിപ്ഷൻ അതെ ആലി കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സമൂഹത്തിൽ. പക്ഷെ നിങ്ങൾക്കുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ട് ഈ ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. അവർ കൊണ്ടുവന്നിട്ട് സബ്സ്ക്രിപ്ഷൻ നേരെ കട്ട് ചെയ്തിട്ട് അത് മാത്രം ഒരു വീഡിയോ ആക്കി കൊണ്ടുപോവുക, അല്ലെങ്കിൽ മറ്റേ സംഘിപ്പട്ടത്തിന്റെ കാര്യം, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കും. പക്ഷേ ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് വേണം? ഇത് മുഴുവൻ വരണം. അത് പലപ്പോഴും ഞാൻ നിങ്ങളുടെ ചാനലിലല്ല പറഞ്ഞത്, ചില ചാനലുകാർ ചെയ്യുന്ന എന്താണ്, നമ്മളോട് ഇന്റർവ്യൂ ചോദിച്ചിട്ട് ഈ സാധനം വെട്ടിയെടുത്ത് അങ്ങ് അപ്പുറത്ത് പോകും. ഞാൻ ഇത് രണ്ടും പഠിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കിയത്, മിക്സ് ചെയ്താൽ നിങ്ങൾ വെട്ടാനായിട്ട് കുറേ അത് പണിയെടുക്കേണ്ടി വരും. നന്നായി പണിയെടുത്തിട്ടേ നിങ്ങൾക്ക് വെട്ടാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അത് അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കേണ്ടത്. ഇപ്പം താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ല, നിങ്ങൾ എപ്പോഴും മോഹിനി എന്ത് ചോദ്യം വളച്ചോണ്ട് ചോദിച്ചാലും ഞാൻ ആലിയെ കയറ്റും, ഞാൻ ആലിയെ കുത്തിക്കയറ്റും. അത് എന്റെ ജോലി എന്ന് പറയുന്നത് ഞാൻ ചെയ്ത പടം ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് ഏറ്റവും ബെസ്റ്റ് ആക്കി എത്തിക്കുക, അത് ഏറ്റവും നല്ല പ്രോഡക്റ്റ് കൊടുക്കുക. അത് മോശമാണെങ്കിൽ എന്നെ തെറി വിളിക്കട്ടെ, അതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ മോശപ്പെട്ട പടമാണെന്നുണ്ടെങ്കിൽ എന്നെ ജനങ്ങൾ അടിച്ചോട്ടെ, എന്നെ വിശ്വസിക്കേണ്ടത് വരട്ടെ. പക്ഷെ ഇന്ന് എല്ലാവർക്കും വിശ്വാസമുണ്ട് നമുക്ക്. കഴിഞ്ഞ ഞങ്ങളുടെ സിനിമയുണ്ട് ശ്രീലങ്കൻ സുന്ദരില്ലേ, അപ്പൊ അതിലൊരു കാര്യം പറയാം. ഇപ്പം ഹരി ചോദിച്ചു സംഘിയാണോ പട്ടാളാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ആ സിനിമയില് ഞാനൊരു ഹിന്ദുവാണ്, അതിന്റെ പ്രൊഡ്യൂസർ ഒരു മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പബ്ലിസിറ്റി കൊടുത്തിരുന്നു. അതായത് ഒരു മുസ്ലിം എടുക്കുന്ന സിനിമയാണ്, പക്ഷെ ഒരു ഹിന്ദുവിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും പോയി കാണരുതെന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പുകളില് ഇത് ഈ ഗ്രൂപ്പുകളിൽ മെസ്സേജ് പോയിട്ടുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാല് എനിക്ക് കുറെ ഇങ്ങോട്ട് മെസ്സേജ് തന്നിട്ടുണ്ട്, ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, ഞങ്ങൾ ആരും കാണത്തില്ല. ഈ പറഞ്ഞ പോലെ RSSലും BJPയിലും ഉള്ളവരോടും പറഞ്ഞു ഇത് മുസ്ലിം എടുക്കുന്ന മൂവിയാണ്, നിങ്ങൾ ആരും പോയി കാണരുതെന്ന് പറഞ്ഞു. കണ്ടോ ഹരി കേൾക്കൂല. ഹരി ഇപ്പൊ വന്നിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് എത്ര വർഷം, നിനക്ക് എന്തായാലും എന്നെക്കാൾ കൂടുതൽ പ്രായമില്ലല്ലോ. അപ്പൊ ഇത് ശ്രീലങ്കൻ സുന്ദരി കണ്ടോ? അറിയോ? ആ സിനിമയെ കുറിച്ച് അറിയാമോ? അതിൽ ഇദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസം അറിയാമോ? ഇദ്ദേഹത്തിന് കൈകൊള്ളിയ ഇദ്ദേഹത്തിന് അദ്ദേഹം മുമ്പ് കൈ തുറന്നു പറഞ്ഞിരുന്നു. ഈ തുറന്നു പറഞ്ഞ പല സാധനങ്ങളും പുറത്തു വന്നില്ല അല്ലേ? അപ്പൊ അത് ആലോചിക്കണം. ഒരു പ്രൊഡ്യൂസർ പാടുപെട്ട് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ടാണ്, ഇതൊരു ബിസിനസ് തന്നെയാണ്. പക്ഷെ ആ ബിസിനസ്സിലൂടെ എത്ര നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പണിയും കൂടെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഈ കുത്തിത്തിരിപ്പ് കാണിച്ചാലോ? അരി കുത്തിത്തിരിപ്പ് കാണിച്ചോന്നല്ല, അതിനകത്ത് കുത്തിത്തിരിപ്പ് കാണിച്ചിട്ട് അല്ലേ? അപ്പൊ അത്രയും ലക്ഷങ്ങൾ, അത്രയും ബാക്കി പറയട്ടെ. എന്നിട്ട് ആ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഞങ്ങൾക്ക് ചീഫ് മിനിസ്റ്ററാണ്. പിണറായി വിജയന്റെ സഹായം കൊണ്ടാണ് ഇറങ്ങിയത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയേ അല്ല, അത് ഞാൻ എല്ലായിടത്തും പറയും. കാരണം എനിക്ക് കമ്മ്യൂണിസ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. SFI എന്റെ ഫ്രണ്ട്സ് SFIക്കാരൊക്കെ ആയിരുന്നപ്പം ഞാൻ വർക്ക് ചെയ്യും. എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് വലുത്, അല്ലെ ബന്ധങ്ങളാണ് വലുത്. പക്ഷെ എന്നോട് ചോദിച്ചു ഒരിക്കലും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രചരണം വന്നതിന്റെ അടിസ്ഥാനത്തിൽ സിനിമ ബാധിക്കപ്പെട്ടു, സിനിമയെ ഒരുപാട് നന്നായി ബാധിച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ SFI ചെയർമാനായിരുന്നു. ഞാൻ ട്രൂ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. പക്ഷെ എന്റെ രാജ്യത്തിന് ഞാൻ ഒറ്റ കൊടുക്കൂല. എന്റെ കൂടെയുള്ള എല്ലാ സഹോദരൻ, ഞാൻ ബൈബിളും ഖുറാനും ഗീതയും പഠിച്ച് ബുക്ക് എഴുതിയ ആളാണ്. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് നമ്മുടെ സമൂഹത്തിലേക്ക് നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല നടക്കുന്നത്. ഇവിടെ അടിയൊഴുക്കുകളും കുറിയിട്ട് കഴിഞ്ഞ ഉടനെ മറ്റേതാക്കുക, വേറെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞ ഉടനെ വേറെ ആക്കുക, ഇങ്ങനെ എന്താക്കി വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്നില്ല. അത് ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ബോധവും വിവരമുള്ള 90% ആൾക്കാർക്കും നന്നായിട്ട്, ലോക മലയാളികൾക്ക് നന്നായിട്ട് അറിയാം ആരാണ് ഞങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ആരാണെന്ന് നന്നായിട്ട് അറിയും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് മോനോട് ഇക്കാര്യം പറഞ്ഞത്. മനസ്സിലായി? ഇനി ചോദിച്ചു. ഇല്ല, എന്റെ ചോദ്യം അത് തന്നെയായിരുന്നു. ആ നിലപാടിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നിലപാടിന് യാതൊരു സംശയമില്ല. എൻ്റെ പിള്ളേരെ, എൻ്റെ സമൂഹത്തിലെ കുട്ടികളെ, സ്കൂളിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് +2 വരെ പഠിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അവരുടെ പഠനത്തിന് തകർക്കുന്ന, അവരുടെ മെന്റലാക്കുന്ന, അവരെ ലഹരിക്ക് അടിമയാക്കുന്ന, അവരുടെ ജീവിതം തകർക്കുന്ന, അവരുടെ ഭാവിക്ക് ഒരു ഉപയോഗം ഇല്ലാത്ത രീതിയിൽ ആ ലഹരി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലഹരിയല്ലാതെ പിന്നെ എന്തുണ്ട് ആശ്വാസം? എടാ, ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ രാത്രി 10 മണിക്കും 12 മണിക്കും 14 മണിക്കും എല്ലാം അഴിച്ചു കാണിച്ച് തുറന്ന് കാണിച്ച് കണ്ട് ആസ്വദിച്ച് കുട്ടി പഠിക്കാതെ വന്ന് പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ പിന്നെ അവൻ ലഹരിയല്ലാതെ പിന്നെ എന്തോ
പറ്റുമല്ലോ ഏതാ അല്ലാതെ സബ്സ്ക്രിപ്ഷൻ അങ്ങനെ നമുക്ക് ഒതുക്കാം, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് നമുക്ക് നിയന്ത്രിക്കാം, യാതൊരു സംശയമില്ല. അല്ല ഞാൻ പോൺ അപ്പൊ ഇത് പോൺ സൈസ് ആണല്ലോ. ഇത് ഒരു ചെറിയ മൈനർ ടൈപ്പ് ഫോണുകളാണ്. അപ്പൊ ഹരി ഇതിനെ പ്രൊമോട്ട് ചെയ്യണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഹരി ഈ സബ്സ്ക്രിപ്ഷൻ ഫോണുകളെ പ്രൊമോട്ട് ചെയ്യണം? അല്ലല്ലോ ഞാൻ എതിർക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞു നല്ലത് കൊടുക്കുക. ഇത് ഫോണാണ്. എത്ര ഫോൺ രാത്രിയിൽ നോക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ, ക്ലിപ്പുകൾ വരണല്ലേ. എന്നിട്ടോ നമ്മുടെ ഓരോ പ്രചോദനങ്ങളിലൂടെയാണ് പോകുന്നത്. ഫോൺ അല്ലാന്ന് പറയുന്നത് ഞങ്ങള് സെൻസറിങ് പോയപ്പോഴുള്ള ഒരു വിഷയമുണ്ട്. ഇതിനകത്ത് ഒരു അറബിക് സോങ് ഉണ്ട്. ആ സോങ്ങില് ബെല്ലി ഡാൻസ് ആണ് കാണിക്കുന്നത്. ബെല്ലി ഡാൻസിന്റെ ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാലോ, എന്താണെന്നറിയാലോ. അത് അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്, അത് മാറ്റാൻ പറ്റത്തില്ല. ഞങ്ങളോട് പറഞ്ഞത് അവരുടെ ക്ലെവേജ് കാണുന്നുണ്ട്, അതുകൊണ്ട് അത് ഫുൾ ബ്ലർ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എങ്ങനെയുണ്ട് സംഭവം? പറ്റുമെങ്കിൽ അത് ചെയ്യണം. സെൻസറിങ്ങിന്റെ ഇഷ്യൂസ് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ബെല്ലി ഡാൻസ് ഈ ആലി എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു ലെവലാണ് ബെല്ലി ഡാൻസ്. അത് അറേബ്യൻ രാജ്യങ്ങളിൽ അക്സെപ്റ്റബിൾ ആണ്, വളരെ രസകരമായി കാണുന്നതാണ്. അതൊരു കലയാണ്, അതൊരു കലയാണ്, മനസ്സിലായില്ലേ? അത് സബ്സ്ക്രിപ്ഷൻ അല്ല, ബെല്ലി ഡാൻസ് കലയാണ്. ആ കല ഫോട്ടോഷൂട്ട് വേറെ. ഫോട്ടോഷൂട്ട് ജീവനില്ലാതിരിക്കുന്ന സാധനങ്ങളില്ലേ, ഞാൻ ജീവനുള്ള ഈ കഥാപാത്രങ്ങളെയാണ് പറയുന്നത്. അല്ല ഫോട്ടോഷൂട്ടിന് ജീവനുണ്ടോ? ഫോട്ടോ എടുത്ത് വെച്ച് കാണിക്കുന്നത്, ഫോട്ടോ ലൈവ് ഫോട്ടോഷൂട്ട് ഞാൻ അനുവദിക്കില്ല. അതെ, അപ്പൊ ഈ ബെല്ലി ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ ഒരു പോസ്റ്ററിൽ പോലും ഒരു ബെല്ലി ഡാൻസിന്റെ ഒരു സാധനം കൊടുത്തിട്ടില്ല. ഇത് അറേബ്യൻ ബേസ് ചെയ്തിട്ടുള്ള വലിയൊരു കഥ അവിടെയുണ്ട്. അങ്ങനെ പല പല കഥകൾ ട്വിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആകർഷിക്കാൻ വേണ്ടി ഇതിനകത്ത് ബെല്ലി ഡാൻസിന്റെ ഒരെണ്ണമൊക്കെ കൊണ്ടുവന്ന് കയറ്റിക്കൂടെ? അതിന്റെ ആവശ്യമില്ല. കാരണം ഫാമിലി കയറണം, അവരത് കാണണം, അവരത് ആസ്വദിക്കണം. അവർ 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 2-2.25 മണിക്കൂർ ആ പടം ആസ്വദിച്ച് പോയതിന് ശേഷം മറ്റുള്ളവർ പറയണം നല്ല രസമുള്ള സിനിമ, നല്ല പാട്ടുകൾ, നല്ല കണ്ടിരിക്കാൻ കൊള്ളാം, കുട്ടികൾക്കും ഫാമിലിക്കും കാണാൻ കൊള്ളാം എന്നുള്ള സമയം. അങ്ങനെയുള്ള സിനിമകൾ ഇവിടെ ഗംഭീരമായിട്ട് വിജയിക്കുന്നുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ ഇതിനോട് ചേർത്ത് ഞാൻ പറയാത്തത്. രണ്ടും രണ്ട് തന്നെയാണ്. ഞാൻ യാതൊരു സംശയമില്ല. നല്ല സബ്സ്ക്രിപ്ഷൻ തുടങ്ങും. നീ ഇന്റർനാഷണൽ നോളജ് കൊടുത്തോണ്ട് സബ്സ്ക്രിപ്ഷൻ കൊടുക്കൂ, വേറെ ഒരുപാട് ഇൻഫർമേറ്റീവ് കൊടുക്കും. അത് സബ്സ്ക്രൈബ് ആളില്ല. അതാണ് സംഭവം. രാത്രി പറഞ്ഞ കുട്ടികളെ വഴിതെറ്റിക്കുന്ന അഴിച്ചു കാണിക്കുന്ന പരിപാടികൾക്ക് ഞാൻ ശക്തമായി എതിർക്കും. അത് പണ്ടുതൊട്ടേ ഞാൻ എതിർക്കുന്ന ആളാണ്. എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. അത് എൻ്റെ രാജ്യത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ മലയാളി കുട്ടികളെ വഴിതെറ്റിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ സിനിമ 14-ാം തീയതി തിയേറ്ററുകളിൽ എത്തും. ഇന്നത്തെ കാലത്ത് ഞാൻ 3 രൂപയായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പണ്ട് ഈ ബുക്ക് മൈ ഷോ പോലുള്ള ആപ്പുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളൊരു തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഇന്ന ഷോ ഹൗസ്ഫുൾ ആണ്, അപ്പോൾ നമുക്ക് അടുത്ത തിയേറ്ററിലേക്ക് കയറാം എന്നതായിരിക്കും സാധാരണ തോട്ട്. ഇന്ന് ആളുകൾ ഓൺലൈനിൽ നോക്കുമ്പോഴേക്കും ഒരു തിയേറ്റർ ഹൗസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണോ വേണ്ടോ എന്ന് അപ്പം തന്നെ ചിന്തിക്കാം. ചോദ്യം വ്യക്തമാക്കാണ്. അപ്പം നമ്മൾ ഈ സിനിമ ഇത്രയും ക്ലാഷ് വരുമ്പോഴേക്കും ഇല്ല അതിന്റെ ഓവർഫ്ലോ അങ്ങോട്ടേക്ക് പോകും എന്നതിൽ യുക്തിയുണ്ടോ? അല്ല, എല്ലാവരും അങ്ങനെ നോക്കി പോകുന്നവരല്ലോ. ഞാൻ എന്റെ ഒരു ചോദ്യം, ഹൗസ്ഫുൾ ആയ എത്ര സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്? ഞാൻ പറയുന്നത് ഹൗസ്ഫുൾ ഒരു സിനിമ ഹൗസ്ഫുൾ അല്ല, അത് ബോർഡ് വയ്ക്കുന്നതാണ് എന്റെ അഭിപ്രായം. നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ തന്നെ എത്ര വാഴ ഹൗസ്ഫുൾ ഷോസ്, എത്ര ഷോസുകൾ അല്ല ഹൗസ്ഫുള്ളൊക്കെ ഉണ്ട്. അല്ല ഹൗസ്ഫുള്ളൊക്കെ ഉണ്ട്, ബുക്ക് മൈ ഷോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല, ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരു 50% ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടിട്ടാണ് വരുന്നത്. ഒരു 50% അങ്ങനല്ല, അല്ലാതെ വരുന്നവരും എല്ലാവരും ഇത് നോക്കി ഓൺലൈൻ. അപ്പൊ അത് കാരണം പഴയ ഒരു ഓവർഫ്ലോ കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് ഈ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. ഇപ്പോഴത് ഓൺലൈനിലേക്ക് മാറി എന്നുണ്ടെന്ന്. പക്ഷെ ആ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു നല്ല ഒരു സദ്യ കഴിച്ച ഒരു സുഖം ഈ ആലിയിലൂടെ ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസമാണ്. എത്രയോ കോടിക്കണക്കിന് 100 കോടിയും 200 കോടിയും 500 കോടിയും മുടക്കിയ പടങ്ങളൊക്കെ തകർന്നു പോകുന്നു ഇല്ലേ? അപ്പൊ അവർക്കും അവരുടെ ഒരു വിശ്വാസത്തിലല്ലേ. ഞങ്ങളതല്ല, ഞങ്ങളൊരു ചെറിയ പടം നല്ല ക്ലീൻ ആയിട്ട് ചെയ്ത് ഞങ്ങളെ സദ്യക്ക് കൊടുക്കും. അതെ, ചെറിയ പടമല്ലായിരുന്നു. 12 കോടി ബഡ്ജറ്റായിരുന്നു. ഇല്ല, അത്രയൊന്നും ആയിട്ടില്ല. വിപിനോട് ചോദിച്ചോ ആണോ? 12-13 കോടി ചിലവായിരിക്കും. അതിൽ പ്രത്യേകിച്ച് അതിന്റെ ടെക്നിക്കൽ സൈഡിലായിരിക്കും കൂടുതൽ ചെലവ് വരുന്നത്. വളരെ കുറവാണ്. അതെ, ന്യൂ കമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ആ മൂവിയിൽ, എന്നിട്ടും അതും ഓടിയില്ലേ. അപ്പൊ അത് ഹൗസ്ഫുൾ ആയില്ലേ? ഞാൻ പറയുന്നത് എല്ലാ വലിയ ആൾക്കാരുടെ മാത്രമല്ലല്ലോ ഹൗസ്ഫുൾ ആവുന്നത്. പ്രതീക്ഷ എന്ന് പറയുന്നതാണ്. നമുക്കൊരു പ്രതീക്ഷയാണല്ലോ സിനിമയിൽ വരുന്നതും അഭിനയിക്കുന്നതും. ഒരു പടത്തെ അഭിനയിച്ച് ആ പടം റിലീസാകുന്നതും ഒക്കെ എന്താ, ആ പടം വിജയിക്കും. ആർക്കും എത്ര
എത്ര മോശം പടമാണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് തന്നെ ഒരിക്കലും അത് ഒരു തകരും എന്നൊരിക്കലും വിശ്വാസം വരത്തില്ല, ആർക്കും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷയാണ്, ആ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. ആ പ്രതീക്ഷയിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, ഇത് ഒരു എന്താ പറയുക ഫാമിലി ടച്ചുള്ള ഒരു മൂവി ആയതുകൊണ്ട് ഇന്നത്തെ ടൈമിൽ അതൊക്കെ അങ്ങനെയുള്ള പടങ്ങൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഈ ആലി എന്ന് പറഞ്ഞ മൂവിക്ക് ഒരു പ്രസക്തി ഈ ഓടക്കാലത്തുണ്ടാവും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഈ ഇത്രയും പല പല പ്രശ്നങ്ങളും ഇതൊക്കെ പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയ ഞങ്ങളുടെ ഡയറക്ടർക്ക് ഈ സമയത്ത് തന്നെ ഈ പടം ഇറക്കണം എന്ന് തോന്നിയതും അത് ഇറക്കാൻ സാധിക്കുന്നു. ആദ്യത്തെ സിനിമയിൽ നിന്നും രണ്ടാമത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ സമർപ്പിക്കാം. ആദ്യത്തെ സിനിമയിൽ നിന്ന് ഈ ദുരനുഭവങ്ങൾ ഉണ്ടായെന്ന് സാർ തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തേലേക്ക് ആ ഒരു ഈ പ്രതീക്ഷയോടെ രണ്ടാമത് ഞാൻ തന്നെ ഹെഡ് ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിന് പിന്നിലും ഈ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തതിന്റെയും കാരണം കൂടുതൽ. ആദ്യത്തെ ശരിക്കും ഡയറക്ഷൻ തുടങ്ങുന്നത് ഞാനല്ല, ഡയറക്ടർ വേറെ വെച്ചിരുന്ന 5-6 ദിവസം കൊണ്ട് ഡയറക്ടർ സ്വഭാവ രീതി മോശമായതുകൊണ്ട് ഞങ്ങളുടെ പ്രൊഡ്യൂസർ തന്നെ എടുത്ത് പുറത്തോട്ട് തള്ളുക. അതിനുശേഷം എന്നോട് പറഞ്ഞു, കാര്യം ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം ചിൽഡ്രൻസ് മൂവിയൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പം ഇതിൽ അസോസിയേറ്റ് ആയിട്ടാണ് നിന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു നീ തന്നെ ചെയ്താൽ മതി, കാര്യം നമുക്ക് വിശ്വാസമുള്ള ഒരാളാണ് ഇത് ചെയ്യേണ്ടത്. ഒരു സിനിമ എന്ന് പറയുന്നത് റിലീസാവാം, തിയേറ്ററിൽ എത്തണം, അതാണ് ഒരു ഡയറക്ടറിന്റെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ സിനിമ പിന്നെ കുറെ പോർഷൻസ് ഒക്കെ ഞങ്ങൾ മാറ്റി പിന്നെ നല്ല രീതിയിൽ വേറൊരു അസോസിയേറ്റിനെ ഞാൻ വെച്ചുകൊണ്ട് അസിസ്റ്റന്റിനെയൊക്കെ വെച്ചിട്ട് പിന്നെ ബാക്കി ഡയറക്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഒരു 5-6 ദിവസം സീൻസ് ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരുന്നു. ഞാൻ റീഷൂട്ട് ചെയ്തു ചിലതൊക്കെ ആഫ്റ്റർ ദ ഷൂട്ട്. മീൻസ് നമ്മൾ നോക്കുമ്പോഴേ ഒന്നും ചിലതിനെ നമുക്ക് ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെറിയ കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്തതല്ല, പലപ്പോഴും ഞാൻ ഫ്രെയിം കറക്റ്റ് ചെയ്യാൻ വരെ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പം അറിയാലോ നമ്മളുടെ ഈ ഫീൽഡിൽ അങ്ങനെയാണ്, ഈഗോ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് കഴിഞ്ഞ ശേഷം പിന്നെ സെക്കൻഡ് വണ്ണ് ഞാൻ തന്നെ ചെയ്യാം എന്നുള്ളത് നമ്മുടെ ഒരു പ്ലാൻ തന്നെയായിരുന്നു. കാര്യം ഇനി വേറൊരാളെയും ആശ്രയിക്കേണ്ട. കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ക്രിപ്റ്റ് റൈറ്റർ തന്നെ ഒരു ഡയറക്ഷൻ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് ഞാൻ എപ്പോഴും പറയുന്നത്. കാരണം അവർക്ക് ആ തോട്ട് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഒരു ചേഞ്ചസ് ഇപ്പൊ നമ്മളുടെ ഷൂട്ടിൽ എല്ലാ ഷൂട്ടിലും പ്രശ്നങ്ങൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ച ഏത് ലൊക്കേഷനിൽ പോയാലും പ്രശ്നങ്ങളോടെ പ്രശ്നങ്ങൾ. കാര്യം ഇതൊന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. അല്ലെ 50-ന് മുകളിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എല്ലാവരുടെ മൈൻഡ് ഒരുപോലെ അല്ല, പല പല ഇഷ്യൂസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അത് വന്നതിന് ശേഷം പിന്നീട് ഫൈനലി ഈ പ്രോഡക്റ്റിനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഞാൻ ചില സമയത്തൊക്കെ ഈ സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റം വരുത്തി. അപ്പൊ എനിക്ക് തന്നെ മാറ്റം വരുത്താൻ പറ്റും. അങ്ങനെ മാറ്റമൊക്കെ വരുത്തി നമ്മൾ ഫൈനലി അതിനെ പ്രോഡക്റ്റ് ആക്കി എടുത്തു. പക്ഷെ ആക്ച്വലി ഇതൊരു തമിഴ് മൂവിയാണ്. തമിഴ് ഒരു ബൈലിംഗൽ മൂവി എന്ന് വേണം പറയാനായിട്ട്. മലയാളത്തിലേക്ക് നമുക്ക് ബാക്കി സാർ എന്നോട് പറഞ്ഞു നമുക്ക് മലയാളത്തിൽ ഇറക്കണേ ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് തമിഴും മലയാളവും രണ്ടും. അത് സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ശരിക്കും മലയാളം. അതല്ലേ പറഞ്ഞത് ഈ സിനിമയ്ക്കകത്ത് ആലിക്കകത്ത് അത്ഭുതങ്ങളോട് അത്ഭുതവും ട്വിസ്റ്റുകളോട് ട്വിസ്റ്റ് ഡയലോഗ്സ് കുറെ തമിഴ് കുറെ മലയാളം ഉണ്ട്, മലയാളം സംസാരിക്കുന്നവര് രണ്ട് ലാംഗ്വേജിലും ഉണ്ട്. അപ്പൊ മലയാളം സംസാരിച്ചവര് തമിഴിലേക്ക് പിന്നെ ഡബ് ചെയ്യും, തമിഴ് സംസാരിച്ചവരുടെ പിന്നെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യും. സാർ എന്നോട് പറഞ്ഞു ഫുള്ള് അങ്ങ് മലയാളം ആക്കാൻ പറ്റും. അപ്പൊ തമിഴ് പറഞ്ഞവരൊക്കെ പിന്നെ മലയാളത്തിലേക്ക് ഡബ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ റിലീസ് ചെയ്യുന്നത് മലയാളത്തിലും തമിഴിലും ആയിട്ടാണ്? രണ്ട് ലാംഗ്വേജിൽ അറ്റ് എ ടൈം റിലീസ് ചെയ്യുന്നത്. സോ താങ്ക് യു സോ മച്ച്. 14-ാം തീയതി നിങ്ങളുടെ ദിവസം ആവട്ടെ. വലിയ പടങ്ങൾ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സിനിമ ആലി അത് നമ്മുടെ സിനിമ ആവട്ടെ, ആളുകളായിട്ട് എല്ലാ ഓഡിയൻസും ഈ ഓണക്കാലത്ത് ആലി വന്ന് കാണാൻ ഞങ്ങൾ സ്വാഗതം ചെയ്തു. കണ്ട അഭിപ്രായം പറയണം. താങ്ക് യു. ഓക്കെ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.